ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ഒരു നിക്കാഹിന് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിക്കാഹിനുള്ള എല്ലാ ഒരുക്കങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാമ്പറും പിന്നെ ചോക്ലേറ്റ് ഹാമ്പേഴ്സ് അങ്ങനെ എല്ലാം നമ്മൾ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കസിനാണ് കേട്ടോ നിക്കാഹ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവനൊന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും നിക്കാഹിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ മഹറൊക്കെ കെട്ടി എല്ലാ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കിഡ്സിനൊക്കെ കൂട്ടിയിട്ട് പാർക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പാർക്ക് പറയുമ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് തന്നെയല്ല ഒരു പാർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അവരെ കുറച്ച് നേരം അതിലൊക്കെ ഒന്ന് കളിക്കാൻ വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അങ്ങനെ എല്ലാവരും നല്ല കളിയിലൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയായി പോയി. പിന്നെ നമ്മൾ ഐഷുമാക്ക് വന്നിട്ട് അതിൽ കയറാനും കളിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബേബീസൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ചാൻഡി ഐസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എരിവില്ലതും മധുരമില്ലതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ട് നിന്നു കേട്ടോ, ചാൻഡി ഐസൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ കൂടെ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ചാൻഡി ഐസൊക്കെ വാങ്ങിയതിന് ശേഷം ബേബീസിനൊക്കെ വന്നിട്ട് ഐസ്ക്രീമാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ സൈഡിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യുക വിചാരിച്ചിട്ട്, ബേബീസിന് വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇരുന്ന് ഒന്നായിട്ട് അങ്ങോട്ട് നനഞ്ഞ് ഇതായിട്ടോ. അപ്പോൾ നമ്മൾ മാറ്റാനുള്ള ഡ്രസ്സൊന്നും എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ കാട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. ഡ്രസ്സൊക്കെ കഴിച്ച് വെച്ചിട്ട് അവരെ വെള്ളത്തിൽ വിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ വെള്ളം കണ്ട ആ ഒരു സ്പീഡിന് വെള്ളത്തിൽ ഡ്രസ്സൊന്നും കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ വെള്ളത്തിൽ നല്ലോണം ഒന്ന് എൻജോയ് ചെയ്ത് നമ്മളും കൂടെ തന്നെ അവരെ കൂടെ തന്നെ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് നാട്ടിലെത്തിയതിന് ശേഷം ബീച്ചിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് കേട്ടോ നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ കളിക്കണതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ അലകൾ വന്നിട്ട് എടുത്തേക്ക് വരികയായിരുന്നു കേട്ടോ, വലിയതായിട്ട് അങ്ങനെ വരികയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവരെ അവിടെ കളിപ്പിച്ച് അവർ കുറച്ച് നേരം നല്ല എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ കഴിക്കാൻ നമ്മൾ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഒരു വീഡിയോ കാണാൻ